നമസ്കാരം. CPM-ൽ പിണറായി വിജയനെതിരെ പടപ്പുറപ്പാട്. ED അന്വേഷണം ശക്തമാകുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനും കുടുംബവും ഏത് നിമിഷവും അറസ്റ്റിലായേക്കാം. അങ്ങനെയൊരു അവസ്ഥ വന്നാൽ പാർട്ടി ക്യാപ്സ്യൂളുകൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് മുന്നിൽ മതിയാകാതെ വരും. ഇത്രയും നാൾ PR വർക്കിലൂടെയും അടിമക്കമ്മികളുടെ ന്യായീകരണ ക്യാപ്സ്യൂളുകളിലൂടെയും ചെറുത്തു നിന്നതുപോലെ എളുപ്പമാവില്ല ഇനിയുള്ള കാര്യങ്ങൾ. ഇതോടെ പിണറായി വിജയനെ എല്ലാ തരത്തിലും തള്ളാനുള്ള നീക്കത്തിലാണ് പാർട്ടി. കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം CPM കോട്ടകളിലേക്ക് എത്തിക്കഴിഞ്ഞു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പുത്രി വീണ വിജയനെതിരെ കുരുക്കുമുറുകുമ്പോൾ CPM നേതൃത്വം ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയോ മകളോ ചോദ്യം ചെയ്യലിനോ അഥവാ അറസ്റ്റിനോ വിധേയരാകേണ്ടി വന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ എന്തു പറഞ്ഞ് പ്രതിരോധിക്കും എന്ന ആശങ്കയിലാണ് CPM. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സാലോജിക് കമ്പനിക്കും CMRLനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന സൂചനയുമായി മാത്യു കുഴൽനാടൻ രംഗത്ത് വരികയുണ്ടായി. മാസപ്പടി പാർട്ട് 3 എന്ന ഫേസ്ബുക്ക് കുറിപ്പുമായാണ് കുഴൽനാടൻ കഴിഞ്ഞയിടെ രംഗത്ത് വന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും CMRLനുമെതിരെ ആരോപണങ്ങൾ കടുപ്പിക്കുമെന്ന് തന്നെയാണ് കുഴൽനാടന്റെ ഈ പുതിയ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം മാസപ്പടി വിവാദത്തിൽ കഴിഞ്ഞ ദിവസം കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തിയിരുന്നു. കമ്പനി നഷ്ടത്തിലാണ് എന്നും ഇൽമനേറ്റ് ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടിയും 2017 മുഖ്യമന്ത്രിക്ക് CMRL നിവേദനം സമർപ്പിച്ചതായുള്ള രേഖകളുമായാണ് കുഴൽനാടൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. 2017 75 കോടിയുടെ നഷ്ടക്കണക്ക് നിരത്തിയ CMRL മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ 4 വർഷത്തിനിടെ 56 കോടിയുടെ ലാഭത്തിൽ എത്തിയെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു. കുട്ടനാട് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി. ഇതിന്റെ ലാഭം കൊയ്തത് CMRL ആണ് എന്നും അതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചത് എന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ കളം നിറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ MLA ആരോപണം കടുപ്പിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. CMRLൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റി എന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വീട്ടിലാക്കി. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ ഉണ്ടായിരുന്നു. വെളിപ്പെടുത്തലിന് പിന്നാലെ വീണയ്ക്കും പിണറായി വിജയനും സർക്കാരിനും CPMനുമെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ സഭയിൽ വിഷയം ഉന്നയിച്ചു. മാസപ്പടി ആരോപണം കത്തിപ്പടർന്നു. എന്നാൽ അതിനിടെ CMRLൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന് വീണ IGST അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തുകയും റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു. എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു അപ്പോഴെല്ലാം CPM സ്വീകരിച്ചത്. എന്നാൽ CPM മുന്നോട്ട് വെച്ച വാദങ്ങൾ ഇതൊക്കെയായിരുന്നു. CMRLും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും 2 കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ്. കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് CMRL എക്സാലോജിക്കിന് പണം നൽകിയത്. കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ്. ഇതിൽ തട്ടിപ്പുകളില്ല. CMRL എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലേക്ക് പോയത്. ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയെയല്ല, അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല. എന്നാൽ സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറും എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന റിപ്പോർട്ടായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റേതായി പുറത്തു വന്നത്. സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇതിൽ അഴിമതിയുമുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ആവണം. ആ തീരുമാനത്തിന് ഒപ്പടക്കമുള്ള മിനിറ്റ്സ് ഉണ്ടാവണം. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് KMMLന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല. സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്.
പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല. CMRL എക്സാലോജിക്കിന് നൽകിയ പണത്തിന് GST അടച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക് കൈമാറിയത് എന്നിങ്ങനെയായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ. ഇതോടെ വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് എന്ന ചോദ്യമുയർന്നു. ROCയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ പ്രതിനിധിയുമുണ്ട്. ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്നിട്ടും KSIDC എന്ത് നടപടിയെടുത്തു? കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണ് എങ്കിൽ എന്ത് അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നീ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാനായി ഉയർന്നു. ഇതിനിടെയാണ് SFIO അന്വേഷണത്തിന്റെ രംഗപ്രവേശം. 2013 കമ്പനീസ് ആക്ട് 210 വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി 212 വകുപ്പ് പ്രകാരം SFIO അന്വേഷണം നടത്താനാവില്ല എന്നുമാണ് വീണ കർണാടക കോടതിയിൽ ബോധിപ്പിച്ചത്. 212 വകുപ്പ് UAPA വകുപ്പിന് സമാനമാണ്. സഹാറ കേസ് പോലെ നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടന്ന കേസാണത് ഉപയോഗിക്കുക. എക്സാലോജി കേസ് അങ്ങനെയല്ല. 1.72 കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം. ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല. CMRL എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ല എന്നത് മാത്രമാണ് ആരോപണമെന്നും വീണയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് P. ദത്താർ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുണ്ട് എന്നും അതാണ് SFIO അന്വേഷണത്തിലേക്ക് നയിച്ചത് എന്നുമായിരുന്നു SFIOയ്ക്കും കമ്പനിക്കാര്യ മന്ത്രാലയത്തിനും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ K. അരവിന്ദ് കമ്മത്ത് വാദിച്ചത്. മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ് SFIO എന്നും അതിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കരിമണൽ കമ്പനിയായ CMRL 1.72 കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ എക്സാലോജിക്കിന് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. CMRL വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണത്തിനുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് നൽകുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതിനാൽ തന്നെ അന്വേഷണം SFIOയ്ക്ക് കൈമാറാമെന്നും അദ്ദേഹം അന്ന് വാദിച്ചിരുന്നു.